രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചികിത്സയാണ്, പിന്നെ അത് റിപ്പയറാണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ രോഗപ്രതിരോധമാണ് രോഗചികിത്സയേക്കാൾ ബെറ്റർ നമ്മൾ പറയുമല്ലോ, പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്നത് പോലെ അതിലായിരിക്കണം നമ്മളുടെ ഈ ആക്ച്വലി മീഡിയാസും മറ്റ് ആളുകളൊക്കെ മോട്ടിവേഷനിലൊക്കെ നമ്മൾ ജനങ്ങൾക്ക് കൂടുതൽ അതിനെക്കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടായിരിക്കും. നമ്മൾ ആ സബ്ജക്റ്റിലേക്ക് ഡയറക്റ്റ് ചെന്ന് കഴിഞ്ഞാൽ സാർ എങ്ങനെ ജനങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? കാരണം ഇപ്പോൾ കാലമൊക്കെ മാറിയല്ലോ, അവിടെ ആ ഒരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ എവിടെയാണ് ഏറ്റവും വലിയ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഈ ഹാർട്ട് അറ്റാക്ക് ഹൈലി പ്രിവെൻറ്റബിൾ രോഗമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ നല്ലൊരു 90% ഹാർട്ട് അറ്റാക്കിനെ നമുക്ക് തടയാൻ പറ്റുമെന്നുള്ളതാണ്. അത് പക്ഷേ ആ ഒരു മെസ്സേജ് പബ്ലിക്കിന് എത്തുന്നത് ഹാർട്ട് അറ്റാക്ക് വന്നതിന് ശേഷമാണ്. നമുക്ക് നമ്മുടെ വീട്ടിലോ നമ്മൾക്കോ നമ്മുടെ കുടുംബാംഗങ്ങൾക്കോ ആർക്കെങ്കിലും ഒരാൾക്ക് അറ്റാക്ക് വരുന്നതിന് ശേഷമാണ് ഇതെങ്ങനെ വന്നു, എന്തുകൊണ്ട് വന്നു, പിന്നീട് ബാക്കിലേക്ക് നമ്മൾ ആലോചിക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ഇപ്പോഴെന്നെ മുന്നിലേക്ക് ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള കാരണങ്ങളുണ്ടോ, അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സിൽ നമ്മൾ വരുന്നുണ്ടോ, നമുക്കത് വരാനുള്ള സാധ്യത എന്താണ്, അതിന് നമ്മൾ നേരത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ അതിന് നമ്മൾ കൺട്രോൾ ചെയ്യുന്നതോടുകൂടി നമുക്കിത് വരാനുള്ള സാധ്യത കുറയ്ക്കാൻ പറ്റും. പിന്നെ പ്രായമാകുമ്പോൾ രോഗം വരുമെന്നുള്ളത് പ്രകൃതിയുടെ ഒരു നിയമമാണ്, അത് ദൈവത്തിൻ്റെ നിയമമാണ്. അത് വരെ അതിന് നമ്മൾ ഓൾഡ് ഏജ് അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് ഡിസീസ് എന്ന് പറയുന്നത്, അല്ല വാർദ്ധക്യ സഹജമായ രോഗം എന്ന് പറയാം. അതിൻ്റെ ഭാഗമായിട്ട് ഹാർട്ട് അറ്റാക്ക് വരാം, ക്യാൻസർ വരാം, പല രോഗങ്ങളും വരാം.